അജ്ഞാനമാകുന്ന അവിവേകമാകുന്ന മനസ്സിനെ നശിപ്പിച്ചുകൊണ്ട് അവരെ ഞാൻ എന്നിലേക്ക് ചേർക്കും എന്ന് ഭഗവാൻ പറയുമ്പോൾ എന്താണ് അർത്ഥം? നമ്മൾ സൂര്യനിലേക്ക് തിരിഞ്ഞു നിന്നാൽ സൂര്യൻ പറയാണ്, ഞാൻ നിങ്ങളുടെ ഇരുട്ടിനെ നീക്കി നിങ്ങൾക്ക് പ്രകാശം തന്ന് എന്നിലേക്ക് ചേർക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൂര്യൻ നമ്മുടെ ഇരുട്ട് നീക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? സൂര്യനാണോ വാസ്തവത്തിൽ നമ്മുടെ ഇരുട്ടിനെ നീക്കുന്നത്? സൂര്യൻ എപ്പോഴും നീക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഇരുട്ടിനെ നീക്കിയതാരാണ്? നമ്മൾ തന്നെയാണ്. നമ്മൾ സൂര്യനിലേക്ക് തിരിഞ്ഞതോടുകൂടിയിട്ട് നമ്മുടെ ഇരുട്ട് പോയി കിട്ടിയതാണ്. അതുകൊണ്ട് മോക്ഷം എന്ന് പറയുന്നത് നമ്മൾ തന്നെ പ്രയത്നിച്ച് നേടിയെടുക്കേണ്ടതാണ്. മറ്റൊരാൾക്കും നമുക്ക് മോക്ഷം തന്ന് നമ്മളെ ഉയർത്താൻ സാധ്യമല്ല. വളരെ ശ്രദ്ധിക്കണേ. ഈ പറയുന്നത് വാസ്തവത്തിൽ എല്ലാ മതങ്ങളുടെയും അന്തസത്ത ഇത് തന്നെയാണ്, ഈ മോക്ഷം. പക്ഷെ അവർ പ്രചരിപ്പിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രം. നിങ്ങൾ ബൈബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഐ ആൻഡ് മൈ ഫാദർ ഈസ് സെയിം. ഞാനും എൻ്റെ പിതാവും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പിതാവിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ അർത്ഥം ഞാനെന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾ പറയുക? മനസ്സുള്ളപ്പോഴാണോ ഇല്ലാത്തപ്പോഴാണോ? എപ്പോഴാണ് ഞാൻ എന്ന് പറയുക? മനസ്സുള്ളപ്പോൾ. അപ്പം ഞാനെന്ന് പറയുന്ന മനസ്സ് വന്നിരിക്കുന്നത് പിതാവിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിൽ നിന്ന് തന്നെയാണ്. വീണ്ടും ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, മുട്ടുവിൻ. അത് പിന്നെ നമുക്ക് എല്ലാവർക്കും നല്ലോണം അറിയുന്നതാണ്. മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടേക്ക് എത്തേണ്ടത് അവനവൻ തന്നെ വേണം മുട്ടാൻ. വേറെ ദൈവം വന്നിട്ട് മുട്ടാൻ പോകുന്നില്ല, ഉണ്ടോ? അതുകൊണ്ട് ഭാരതീയ സംസ്കാരം വളരെ വ്യക്തമായി നമ്മുടെ ഋഷീശ്വരന്മാർ പറയും, നമ്മുടെ മനസ്സിനെ നാം തന്നെ നിരന്തരമായ അഭ്യാസത്തിലൂടെ ഉയർത്തിക്കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ എന്ത് കിട്ടും? സ്വാമിയോട് ചേരുന്ന സമയത്ത് ആ മനസ്സിന് എന്ത് കൈവരിക്കാം? മോക്ഷം കൈവരിക്കുക എന്ന് പറഞ്ഞാൽ മോക്ഷം എന്നുള്ള ശബ്ദത്തിനർത്ഥം മോഹക്ഷയം മോക്ഷം എന്നാണ്. മോഹം ക്ഷയിക്കുന്നതാണ് മോക്ഷം. ഇതാണ് ശങ്കരാചാര്യ സ്വാമികൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മോഹം എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന തെറ്റായ ധാരണകൾ അതെല്ലാം ക്ഷയിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു വ്യക്തമായ ധാരണയെ, എന്താണ് ധാരണ? അത് നമുക്ക് ക്ലിയർ ആക്കിക്കൊണ്ട് പോവാമല്ല. നേരത്തെ ഉണ്ടായിരുന്ന ധാരണ എന്ന് പറയുന്നത് പരിതസ്ഥിതി അനുകൂലമായാൽ ജീവിതം സുഖമായി. ഇതാണ് സാധാരണക്കാരൻ്റെ ധാരണ. ഞാൻ പ്രാർത്ഥിക്കുന്നതും ഞാൻ പ്രതീക്ഷിക്കുന്നതും ഞാൻ സ്വപ്നം കാണുന്നതും സംഭവിച്ചാൽ എൻ്റെ ജീവിതം എന്നെന്നും സുഖമായി തീർന്നു. അപ്പം നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുന്നത് രണ്ട് ശബ്ദങ്ങൾ, ഒന്ന് ഹിതവും രണ്ട് പ്രിയവും. നമ്മൾ അമ്പലത്തിൽ പോകുന്നതെല്ലാം പ്രിയം നേടിയെടുക്കാനാണ്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്, നാം പ്രാർത്ഥിക്കുന്നതൊക്കെ നടന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം സുഖമായി. അപ്പം സുഖം നിൽക്കുന്നത് പ്രിയത്തിലാണ്, നമ്മൾ പ്രതീക്ഷയിലാണ്. എന്നാൽ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ കാര്യം നടക്കുമോ? എല്ലാവരും പ്രതീക്ഷിച്ച പോലെ കാര്യം നടന്നു കഴിഞ്ഞാൽ തന്നെ അപകടമല്ലേ? ഒരു സ്ത്രീ കണ്ടില്ലേ, പാവം, ഒരു പ്രസവേ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുള്ളൂ, 8 എണ്ണത്തിനെ പ്രസവിച്ചിരിക്കണം. മതി ഉണ്ടാവും അവർക്ക് പ്രസവിച്ചിട്ട്, അല്ലേ? ചിലർ പ്രതീക്ഷിക്കണോ പാവം കുട്ടി വരണമെന്ന്, പക്ഷെ കുട്ടി വരുന്നില്ല. ചിലർ പ്രതീക്ഷിക്കണോ ഒന്ന് വന്നാൽ മതി എന്ന്, പക്ഷെ കിട്ടുന്നത് 8 എണ്ണം. ഇങ്ങനെ ഓരോരുത്തരും ഓരോ പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷിച്ച പോലെ കാര്യം നടന്നു കഴിഞ്ഞാൽ സുഖവും സന്തോഷമായി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ദുഃഖിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരിക്കലും ജീവിതം മുന്നോട്ട് പോവില്ല. ഒരിക്കലും ഒരാൾ കാർ ഡ്രൈവ് ചെയ്ത് പോവുകയായിരുന്നു. പെട്ടെന്ന് ഒരു പാമ്പ് ക്രോസ് ചെയ്തു. ഇയാൾ സഡൻ ബ്രേക്ക് ചെയ്തു, പാമ്പിനെ രക്ഷപ്പെടുത്തി. കാറ് ചക്രം കയറിയില്ല. ഇയാൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ പാമ്പുണ്ടല്ലോ ഒരു ദേവനായി മാറി. ഇയാളോട് ചോദിച്ചു, നിങ്ങൾ എന്നെ രക്ഷിച്ചതിന് നിങ്ങൾക്ക് എന്ത് വരം വേണമെങ്കിലും ചോദിക്കാം. ഉടനെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താ ചോദിക്കുക? എന്ത് ചോദിച്ചാലും ഇപ്പം അദ്ദേഹം നടത്തിത്തരും. ഉടനെ അദ്ദേഹത്തിന് തോന്നിയത്, അദ്ദേഹം ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത സീറ്റിൽ ഒരു പട്ടിയെ കിടത്തിയിട്ടുണ്ട്. വളരെ പട്ടിപ്രിയനാണ് അയാൾ. അപ്പം ആ സമയത്താണ് ആ പട്ടണത്തിൽ, ഇവരുടെ നാട്ടിലെ പട്ടണത്തിൽ ഈ പട്ടികൾക്കൊരു ഷോ ഉണ്ട്, കാനൽ ഷോ. ഇപ്പം മിസ് വേൾഡ്, മിസ് യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്നത് പോലെ പട്ടികൾക്കുണ്ട് മിസ് വേൾഡൊക്കെ. അപ്പോൾ ഇയാളുടെ മനസ്സിൽ ഉടനെ തോന്നി, ഒരു കാര്യം ചെയ്യാം, ഈ ദേവനോട് ചോദിക്കാം, എൻ്റെ പട്ടിക്കായിരിക്കണം ഈ പ്രാവശ്യം ഷോയിൽ ഫസ്റ്റ്.
അപ്പം ദേവൻ പറഞ്ഞു, ആ പട്ടിയെ ഒന്ന് കാണിച്ചു തരൂ. കാറൊക്കെ തുറന്ന് ഫ്രണ്ട് ഡോറ് തുറന്ന് പട്ടിയെ കാണിച്ചു തരും. ചാവാലി പട്ടി. ഇയാൾ ദേവൻ ചോദിച്ചിട്ട് വളരെ സങ്കടത്തോട് ഒഴിച്ചു, ഇതല്ലാതെ വേറെ വല്ലതും വേണമെന്ന്. ഉടനെ ഭാര്യ പുറകുന്ന ഒരൊറ്റ തട്ട് ഇയാളെ, അടുത്ത മിസ് യൂണിവേഴ്സ് ഞാനായിക്കോളാം, അതൊന്ന് പറഞ്ഞു വാങ്ങിച്ചു തരൂ. ഉടനെ അദ്ദേഹം ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി, നീ എങ്ങാനും മിസ് യൂണിവേഴ്സ് ആയ പിന്നെ നിന്റെ നില ചോദിക്കും മനുഷ്യ. ദേഷ്യപ്പെട്ടു. ഉടനെ അദ്ദേഹം പറഞ്ഞു, എന്നാ പട്ടിയുടെ കാര്യം പറ്റില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ ദേവ, എൻ്റെ ഭാര്യയ്ക്കൊരു മോഹം അടുത്ത മിസ് യൂണിവേഴ്സ് ആവണമെന്ന്. അപ്പം ഇത് കേട്ടപ്പോൾ ദേവൻ പറഞ്ഞു, എന്നാൽ ഭാര്യയെ കാണിച്ചു തരൂ. അപ്പം ഇദ്ദേഹം പുറകിലെ ഡോറ് തുറന്ന് ഭാര്യയെ കാണിച്ചു. ഉടനെ ദേവൻ പറഞ്ഞു, ആ പട്ടിയെ ഒന്നുകൂടി കാണിച്ചു തരുമെന്ന്. കാരണം ഇത് കുറച്ചുകൂടി, അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യം നടന്നാൽ ലോകം ഇങ്ങനെ ആവില്ല, ആയിരിക്കുമോ? അതുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത്, ഭാഗവതമൊക്കെ പഠിപ്പിക്കുന്നത്, പരിതസ്ഥിതികൾക്കനുസരിച്ച് ജീവിതം വരാൻ പോകുന്നില്ല. പക്ഷേ എങ്ങനെയുള്ള ഒരു മനസ്സ് നേടിയെടുക്കണം? ഏത് പരിതസ്ഥിതിയെയും ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും കടന്നു പോവാനും സാധിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഏത് പരിതസ്ഥിതിയും നമ്മളെ സംബന്ധിച്ച് ഒരുപോലെയായിരിക്കും. അനുകൂലം വന്നാലും പ്രതികൂലം വന്നാലും. ഇൻസ്റ്റെഡ് ഓഫ് ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ദി എക്സ്റ്റേണൽ, വി ഷുഡ് ഗീവ് ഇമ്പോർട്ടൻസ് ടു ദി ഇൻറ്റേർണൽ. അതായത് നമ്മൾ അനുഭവങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ മനസ്സിനാണ് എന്ന് പറയുകയാണ്. മനസ്സിലാവുണ്ടോ? അതായത് ഏത് പരിതസ്ഥിതി വന്നാലും അതിനെ ഉൾക്കൊള്ളാൻ ആർക്ക് സാധിക്കണം? മനസ്സിന് സാധിക്കണം. ഇങ്ങനെയുള്ളൊരു മനസ്സ് നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ പിന്നെ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് അവിടെ വലിയ പ്രശ്നങ്ങൾ വന്നാലും ചെറിയ പ്രശ്നങ്ങൾ വന്നാലും വലിയ സുഖം വന്നാലും ചെറിയ സുഖം വന്നാലും മനസ്സിനെ സംബന്ധിച്ച് എല്ലാം ഒരുപോലെയാണ്. ഇതിനെയല്ലേ സമബുദ്ധി എന്ന് പറയുക? ഇത്തരത്തിലുള്ളൊരു കാര്യം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നതിനാണ് പറയാണ് അഭ്യാസം ചെയ്യേണ്ടത്. അതുകൊണ്ട് ഭാരതീയ സംസ്കാരം മോക്ഷം എന്ന് പറയുന്നത് 2 ഘട്ടങ്ങളിലായിട്ടാണ് മോക്ഷം നമ്മുടെ ഋഷീശ്വരന്മാർ വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ മോക്ഷത്തെ പറയും, ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നതൊക്കെ, ജീവൻ മുക്തി എന്ന് പറയും. രണ്ടാമത്തതിനെ പറയും ബ്രഹ്മനിർവാണം എന്ന് പറയും. ജീവൻ മുക്തി എന്നും ബ്രഹ്മനിർവാണം എന്നും. ജീവൻ മുക്തി എന്ന് പറഞ്ഞാൽ ജീവഭാവത്തിൽ നിന്നും മനസ്സ് മുക്തമാവുന്നതിനെ ജീവൻ മുക്തി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മനസ്സ് സമബുദ്ധിയാവുന്നതിനെ ജീവൻ മുക്തി എന്ന് പറയും. ഏത് മനസ്സ് സമബുദ്ധിയിലെത്തുന്നുണ്ടോ അവരൊക്കെയാണ് ജീവൻ മുക്തന്മാർ. ഭാഗവതത്തിൽ സന്ദർഭങ്ങൾ വരുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോഴിത്രയൊന്ന് മനസ്സിലാക്കി വെക്കും നിങ്ങൾ. അങ്ങനെ ജീവൻ മുക്തന്മാരായ ആളുകൾക്കാണ് ആരിലേക്ക് എത്താൻ പറ്റുള്ളൂ? ബ്രഹ്മനിർവാണത്തിന് യോഗ്യതയുള്ളൂ. ഭഗവാൻ ഗീതയിൽ പറയും, ഏഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ. ആരാണോ ബ്രാഹ്മീ സ്ഥിതിയിലെത്തിയിരിക്കുന്നത്, നൈനാം പ്രാപ്യ വിമുഹ്യതി, ഈ സ്ഥിതിയിലെത്തിയവന് നമുഹ്യതി, അവന് മോഹമില്ല, അവൻ്റെ മോഹം ക്ഷയിച്ചിരിക്കുന്നു, അവന് ജീവൻ മുക്തനായിരിക്കുന്നു. ആ മോഹം ക്ഷയിച്ചവന് ഭഗവാൻ പറയുന്നു, ഏഷാ ബ്രാഹ്മി സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വ. എവിടെ സ്ഥിത്വ? ആരാണോ ബ്രാഹ്മി സ്ഥിതി, അതായത് മനസ്സ് സമബുദ്ധിയിൽ എത്തിച്ചിരിക്കുന്നത്, അവൻ്റെ മോഹം നശിച്ചിരിക്കുന്നു. ന മുഹ്യതി, അവന് മോഹമില്ല, അവൻ മുക്തനാണ്, അതിൽ നിന്ന് അവിവേകത്തിൽ നിന്ന് മുക്തനാണ്. അതിൽ സ്ഥിത്വ, ആരുടെ മനസ്സാണോ അതിൽ ഉറച്ചിരിക്കുന്നത്, അവൻ സ്ഥിത്വ അന്തകാലേ, ആ അവസാനം, അതായത് ഈ ശരീരം ഉപേക്ഷിക്കുന്ന സമയം വന്നു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സ് എവിടെ വന്നു ചേരണം? ബ്രഹ്മനിർവാണം ഋച്ഛതി. എവിടെ എത്തിച്ചേരും? ബ്രഹ്മനിർവാണം. അപ്പം നമുക്ക് ആദ്യം എന്ത് കൈവരിക്കണം? ജീവൻ മുക്തി എന്നുള്ള പദം കൈവരിക്കണം. എന്നിട്ട് വേണം ബ്രഹ്മനിർവാണം. അത് ബ്രഹ്മനിർവാണം കൈവരിക്കേണ്ട ആവശ്യമില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ബ്രഹ്മനിർവാണത്തിൽ എത്തിക്കഴിഞ്ഞു, അതിൻ്റെ വക്കലെത്തിക്കഴിഞ്ഞു. ഒരു പുഴ ഒഴുകി 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 കടലിൻ്റെ വക്കലെത്തിക്കഴിഞ്ഞാൽ ജീവൻ മുക്തനായി. ഇനി അത് ബ്രഹ്മനിർവാണം കൈവരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത് നമുക്ക് കൈവരിച്ചു തരാൻ ഒരു ഭഗവാനും സാധ്യമല്ല. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, നമുക്കും ഭഗവാനും ഇടയ്ക്ക് വേറൊരു ഭഗവാൻ, ഒരു അവതാര പുരുഷന് ഇത് നേടിത്തരാൻ
സാധ്യമല്ല. ഒരു കൃഷ്ണൻ ഇത് നേടിത്തരാൻ സാധ്യമല്ല, ഒരു അയ്യപ്പസ്വാമിക്ക് സാധ്യമല്ല, ഒരു ശ്രീരാമസ്വാമിക്ക് സാധ്യമല്ല, ഒരു ജീസസിന് സാധ്യമല്ല, ഒരു നബിക്ക് സാധ്യമല്ല, ഒരു ബുദ്ധന് സാധ്യമല്ല, ഒരാൾക്ക് സാധ്യമല്ല, ഒരു മതത്തിനും സാധ്യമല്ല. പിന്നെ ആർക്കേ സാധിക്കുള്ളൂ? അവനവൻ തന്നെ അഭ്യാസേനത് കൗന്ദേയ വൈരാഗ്യേന ച ഗൃഹ്യതേ. ആര് തന്നെ വേണം? അവനവൻ തന്നെ വേണം. മനസ്സിലാവുന്നുണ്ടല്ലോ ഇത്? അപ്പോൾ സ്വർഗത്തിൽ പോകുന്നതാണ് മോക്ഷം എന്ന് ചിലർ പറയാറുണ്ടല്ലോ. അതെത്ര കണ്ട് ശരിയാണ്? നമ്മുടെ ഋഷീശ്വരന്മാരത് സമ്മതിച്ചിട്ടില്ല. താൽക്കാലികമായിട്ട് സ്വർഗത്തിൽ പോയി വന്നാലും നിങ്ങളതിനെ മോക്ഷം എന്ന് വിളിക്കാൻ ടെമ്പററി മോക്ഷം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഭഗവാൻ അതിനെ വിളിക്കുന്നത് എന്താണെന്നറിയോ? ഭഗവാൻ പറയുന്നത് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി വരുന്നത് പോലെയാണ്. എവിടെ പോകുന്നത്? സ്വർഗത്തിലൊക്കെ പോകുന്നത്. നമ്മുടെ പല പുരാണങ്ങളിലല്ലോ പല പല ആളുകളും സ്വർഗത്തിൽ പോയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂടെ അർജുനൻ പോയിട്ടുണ്ട്. അവിടെ നിന്നാണല്ലോ ഉർവശിയൊക്കെ ശപിക്കുന്നത്, അല്ലേ? കേട്ടിട്ടില്ലേ കഥ? നീ ആണും പെണ്ണും കെട്ടവനായി തീരട്ടെ എന്ന് ഉർവശി ശപിക്കുന്നുണ്ടല്ലോ. ഒരു ദിവസം ഉർവശി അവിടെ ചെല്ലുന്ന സമയത്ത് അർജുനൻ്റെ സൗന്ദര്യം കണ്ടിട്ട്, ആഹാരഭംഗി കണ്ടിട്ട് ഉർവശി ദേവി ചെല്ലുന്നുണ്ട്. ഉടനെ അർജുനൻ പറയും, ദേവി എനിക്ക് അമ്മയ്ക്ക് തുല്യാണ്, അതുകൊണ്ട് ദേവിയുടെ മനസ്സിൽ ദുഷിച്ച വികാരങ്ങളൊന്നും വരരുതെന്ന്. അപ്പം അർജുനനോട് കാമാസക്തി തോന്നിയ ആ ദേവിക്ക് അർജുനൻ പെട്ടെന്ന് ഭാവം മാറ്റിയപ്പോൾ ശപിക്കാൻ തോന്നി എന്നാണ്. പിന്നെ അങ്ങനെയാണുള്ളൊരു വാക്ക് വന്നത്, എന്ത്? ഉപകാരമായി തീരുക എന്നുള്ളത്. അപ്പോൾ അർജുനൻ സ്വർഗത്തിൽ പോയിട്ടുണ്ട്, പക്ഷെ അർജുനന് മോക്ഷം കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതൊന്നും ഭഗവാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? ഗഡ്വാങ്കൻ ഇന്നലെ പറഞ്ഞല്ലോ, എവിടെ പോയ ആളാണ്? സ്വർഗത്തിൽ പോയ ആളാണ്. ഇനി ഭാഗവതത്തിൽ വേറൊരു കഥാപാത്രമുണ്ട്, മുജുകുന്ദൻ. സ്വർഗത്തിൽ പോയ ആളാണ്, പക്ഷെ മുക്തനാവാൻ സാധിച്ചിട്ടില്ല. ഇനി ദശരഥ മഹാരാജാവ് സ്വർഗത്തിൽ പോകുന്നുണ്ടല്ലോ, മരിച്ചിട്ടല്ല, ജീവിച്ചിരിക്കുമ്പം അവരൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും എന്ത് കിട്ടിയിട്ടില്ല? ഭഗവാൻ അതുകൊണ്ടായിരിക്കും ഗീതയിൽ പറയുന്നത്, ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. അതേതുപോലെയാണത്രേ ഹണിമൂൺ ആഘോഷിക്കാൻ പോകുന്ന പോലെ എന്ന് പറയും ചിന്മയാനന്ദ സ്വാമികൾ. അതുകൊണ്ട് ഭാരതീയ സംസ്കാരത്തിൽ സ്വർഗത്തിൽ പോകുന്നത് എന്തല്ല? സ്വർഗത്തിൽ പോകുന്നത് മോക്ഷമല്ല. നമുക്ക് വളരെ ശ്രദ്ധിക്കണേ. അതായത് കേവലം ധർമാചരണം ചെയ്ത ഒരാൾക്ക് പുണ്യങ്ങൾ സമ്പാദിച്ച് നമ്മുടെ പൂർവികന്മാർ പറയുന്നത് എന്താണ്? സ്വർഗത്തിൽ പോവാന്നാണ്. പക്ഷേ ധർമാചരണം കൊണ്ട് മാത്രം സാധ്യമല്ല. എന്തുകൊണ്ട്? ധർമാചരണം ചെയ്തവർ സ്വർഗത്തിൽ പോകുമായിരിക്കാം, പക്ഷെ സ്വർഗത്തിൽ പോയവരൊക്കെ തിരിച്ചു വരേണ്ടതുണ്ട്. നമുക്ക് ധർമ്മവും വേണം, സനാതനമായതിലേക്ക് മനസ്സിനെ ഉറപ്പിക്കുകയും വേണം, തപസ്സും വേണമെന്ന് പറയുകയാണ്. ആ തപസ്സില്ലെങ്കിൽ, അല്ലെങ്കിൽ അഭ്യാസമില്ലെങ്കിൽ മനസ്സിനെ എവിടെ എത്തിക്കാൻ പറ്റില്ല? ഭഗവാനിലേക്ക് എത്തിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല തോന്നുന്നു. അതായത് 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വ്യക്തമാവണം. ഒന്ന്, നാം പോകുന്ന മാർഗം. ധർമാചരണം ചെയ്യുന്നു. എന്തിനു നല്ലവനായി ജീവിക്കണോ? എൻ്റെ മനസ്സിനെ സമബുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജീവിക്കണം. എന്തിനാ സമബുദ്ധിയാക്കുന്നത്? സമബുദ്ധിയാക്കിയാൽ മാത്രമേ, ജീവൻ മുക്തനായാൽ മാത്രമേ എനിക്ക് ആരിലേക്ക് അടുക്കാൻ പറ്റുള്ളൂ? ഭഗവാനിലേക്ക് ചേരാൻ പറ്റുള്ളൂ. ഈ സമബുദ്ധി നേടണം എന്നുള്ള ബോധം പലർക്കും നഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം അവർ ധർമാചരണം ചെയ്തിട്ടും അവർക്കൊരു തൃപ്തി വരാത്തത്, ജീവിതത്തിൽ വേണ്ടത്ര സന്തോഷം വരാത്തത്. അവസാനം ജീവിതകാലത്തിൻ്റെ അവസാനം തിരിഞ്ഞു നോക്കുമ്പോണ്ടല്ലോ, ഇത്ര നല്ലവനായി ജീവിച്ചിട്ട് എന്താ കാര്യം? നോക്കാൻ ആളില്ല, കഷ്ടപ്പാടുകൾ തന്നെ, ബുദ്ധിമുട്ട് തന്നെ, മക്കൾക്കും വേണ്ട, മക്കളെയൊക്കെ പഠിപ്പിച്ചൊരു വഴിക്കാക്കി. പണ്ട് 2 കാരണവന്മാർ പറഞ്ഞതുപോലെ, 2 കാരണവന്മാർ റിട്ടയർമെൻറ്റിന് ശേഷം കണ്ടുമുട്ടുകയാണ് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട്. അപ്പോൾ കുശലങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞങ്ങളിപ്പോൾ 2 പേരും എറണാകുളത്ത് താമസിക്കുകയാണ്, മക്കളെ 2 പേരെയും പഠിപ്പിച്ചു, നന്നായി, 2 പേരിപ്പോൾ 2 വഴിക്കാണ്, നല്ല രീതിയിൽ അവർ ജോലിയും ഇതൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കാര്യം എന്തൊക്കെയാണെന്ന്? ഞാനും എൻ്റെ മക്കളെയൊക്കെ നല്ലോണം പഠിപ്പിച്ചു, 3 പേരുണ്ടല്ലോ, അങ്ങേക്കറിയാലോ, 3 പേരെയും 3 വഴിക്കാക്കി. ഇപ്പം നിങ്ങളുടെ കാര്യം എങ്ങനെയുണ്ട്? അവർ 3 പേരും കൂടി ചേർന്ന് ഞങ്ങൾ വേറൊരു വഴിക്കാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം നോക്കി ഇപ്പോൾ ഇവരൊരു വഴിക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ലോകത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേവലം ധർമാചരണം ചെയ്യുന്നവർക്ക് അവസാനം നോക്കാൻ ആളില്ല, അത് വരണു ഇത് വരണു എന്നൊക്കെ ഉള്ളൊരു കുറ്റബോധം വരുന്നതിന് കാരണം അവർ ധർമ്മം ആചരിച്ചു, പക്ഷെ എന്ത് കൈവരിച്ചില്ല? എന്ത് കൈവരിച്ചില്ല? സമബുദ്ധി കൈവരിച്ചില്ല. സമബുദ്ധി കൈവരിക്കാത്തത് കൊണ്ടോ, പരിതസ്ഥിതി അനുകൂലമല്ലാത്തത് കൊണ്ട്, വിപരീത പരിതസ്ഥിതി വന്നപ്പോൾ അവർ തളരാനും അവർ കരയാനും തുടങ്ങി. എന്നാൽ വിവേകിയായിരിക്കുന്ന ഒരാൾ സമബുദ്ധിയിലേക്ക് മനസ്സുയർത്തിയിരുന്നെങ്കിൽ
ഏത് പരിതസ്ഥിതി വന്നാലും അയാൾക്കതിനെ പരാതിയില്ലാതെ തരണം ചെയ്യാൻ, സ്വീകരിക്കാൻ സാധിക്കുമായിരുന്നു. ഇതല്ലേ നമുക്ക് വേണ്ടത്? അതുകൊണ്ട് ഇവിടെ 2-ാമത്തെ അധ്യായത്തിൽ മുക്തിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ചിത്രം വേണം. ഭാരതീയ ഋഷീശ്വരന്മാർ കേവലം ആചാരാനുഷ്ഠാനങ്ങളെ കൊണ്ട് മുക്തി കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കണേ നിങ്ങൾ, കേവല ആചാരാനുഷ്ഠാനം കൊണ്ട് മുക്തി കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. ശങ്കരാചാര്യസ്വാമികൾ വളരെ വ്യക്തമായി പറയും, കുരുതേ ഗംഗാ സാഗരഗമനം വ്രതപരിപാലനമതവാദാനം ജ്ഞാനവിഹീന എന്തില്ല, ജ്ഞാനം ഹീന സർവമതേന മുക്തിം ഭജതിന ജന്മശതേന. ജ്ഞാനമില്ലെങ്കിൽ എന്ത് കിട്ടാൻ പോകുന്നില്ല? ഇപ്പം കേവലം ഒരു ആചരണം കൊണ്ട് മാത്രം എന്ത് കിട്ടാൻ പോകുന്നില്ല? മുക്തി കിട്ടാൻ പോകുന്നില്ല. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇത് നല്ലവണ്ണം ഉറപ്പിക്കൂ. അതുകൊണ്ട് പരീക്ഷത്തെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങ് എന്തിനാണ് ഈ രൂപത്തെ ധ്യാനിക്കുന്നത്? ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എവിടെ എത്തിച്ചേരാനാണ്? മനസ്സിനെ സമബുദ്ധിയിലേക്ക് എത്തിച്ചേരാനാണ്. ഇതാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം ഇവിടെ ഭാഗവതത്തിൽ 2 തരം മുക്തികളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തത് സദ്യോമുക്തിയും 2-ാമത്തത് ക്രമമുക്തിയും. അത് നോക്കാം നമുക്ക്, എന്നിട്ട് നമുക്ക് സന്ദർഭത്തിനനുസരിച്ച് പറയാം എന്താണ് ഏതാണെന്ന്. ശ്രീശുഖ ഉവാച, 2-ാമത്തെ അധ്യായം. ഏവം പുരാധാരണയാത്മയോനിർ നഷ്ടാം സ്മൃതിം പ്രത്യവരുദ്ധ്യ ദുഷ്ടാൽ തഥാ സസർജേത മമോഘദൃഷ്ടിർ യഥാപ്യയാൽ പ്രാഗ് വ്യവസായ ബുദ്ധി. ബ്രഹ്മാവ് അദ്ദേഹം തൻ്റെ സൃഷ്ടി ചെയ്യാനുള്ള അറിവിനെയൊക്കെ വീണ്ടെടുത്തുകൊണ്ട് നഷ്ടാം സ്മൃതിം പ്രത്യവരുദ്ധ്യ ദുഷ്ടാൽ വളരെ സന്തുഷ്ടിയോടുകൂടിയിട്ട് അദ്ദേഹം വീണ്ടും വ്യവസായ ബുദ്ധി, തൻ്റെ വിവേകബുദ്ധി കൊണ്ട് ഈ സൃഷ്ടികളൊക്കെ ആരംഭിച്ചു എന്നാണ്. എന്നിട്ടോ ശാബ്ദസ്യ ബ്രഹ്മണയേഷ ബന്ധ എന്നാമഭിധ്യായതിധീരപാത്തൈ പരിഭ്രമന്തത്രണവിന്ദതേ തൻ മായാമയേ വാസനയാശയാനാം. അങ്ങനെ നമ്മളൊക്കെ ഈ സൃഷ്ടിയിലേക്ക് വന്ന് ഈ സൃഷ്ടിയിൽ വ്യാപരിച്ച് മനസ്സ് മുഴുവൻ സൃഷ്ടിയിലേക്ക് കടന്ന് ക്രമേണ നമ്മുടെ മനസ്സ് പല പല കർമ്മങ്ങളും ചെയ്ത് ശാബ്ദസ്യ ബ്രഹ്മണയേശബന്ധ എന്നാമഭിധ്യായതി അപാർത്ഥൈ അവിവേകം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്രേ? ഇവിടെ കർമ്മങ്ങളിൽ കുരുങ്ങി കർമ്മഫലങ്ങൾക്കായി പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ പരിതസ്ഥിതികളെ അനുകൂലമാക്കി